കൃഷ്ണായനം BC 3228 ഒരു ദിനം. ഉത്തർപ്രദേശിൽ യാദവ വംശത്തിൽപ്പെട്ട ഒരു സന്തുഷ്ട കുടുംബം. ഗോകുലം. യദുവംശത്തിലെ ഉത്തമ സൗധം. അമ്മ യശോദ വാഴുന്ന സൗധം. നന്ദഗോവർദ്ധൻ ഓമന സൗധം. യദുവംശത്തിലെ ഉത്തമ സൗധം, അമ്മ യശോദ വാഴുന്ന സൗധം. നന്ദഗോവർദ്ധൻ ഓമന സൗധം. നോക്കൂ, അതാ ആ മാളികയ്ക്കുള്ളിൽ നിന്നും അതിമനോഹരമായ ഒരു സംഗീതം അലയടിച്ചു വരുന്നു. മന്ദമാരുതൻ്റെ തലോടലാൽ ആ സ്വരരാഗസുധ അവിടമേയും ആനന്ദഭരിതമാക്കുന്നു. ഉണ്ണിക്കിടാവിൻ്റെ ഉറക്കുപാട്ടുപോൽ മാധുര്യമേറുന്ന ആ ഗാനം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഉണ്ണിയുറങ്ങൻ്റെ പൊന്നോമനെ, അമ്മിന്ന പാല് നുണഞ്ഞുറങ്ങ, ചന്തത്തിലാടിയുറങ്ങുറങ്ങ, കണ്ണിമ പൂട്ടിയുറങ്ങുറങ്ങ, പൂർണേന്ദു പോലെ തുടിക്കും ഫലം, സൂര്യനെ പോലെ ജ്വലിച്ചിടുന്നു, ദൈവ ചൈതന്യം നിറഞ്ഞിടുന്നു, ആ വിശ്വമെങ്ങും പരന്നിടുന്നു. നന്ദഗോപരും യശോദയും തങ്ങളുടെ കുഞ്ഞിനെ പാടിയുറക്കുന്നു. സമയം അർദ്ധരാത്രി. അതാ നോക്കൂ, ആകാശത്ത് 2 അപ്സരകന്യകമാർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാം. മാങ്വിയും ജീവയും. മാങ്വി: ജീവ, അതാ നോക്കൂ, ഈ അർദ്ധരാത്രിയിൽ, ഈ കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു യുവാവ് തലയിലൊരു കൂടയുമായി നദിയുടെ മധ്യയിൽ നടന്നു പോകുന്നു. അത് എന്തൊരത്ഭുതം! നദി നീർവാങ്ങി നിൽക്കുന്നു. മാങ്വി: ആരാണ് ആ യുവാവ്? ജീവ: അതാ സൂക്ഷിച്ചു നോക്കൂ, ഒരു സർപ്പം അദ്ദേഹത്തിൻ്റെ തലയിലെ കൂടയ്ക്ക് മുകളിലായി ഭണം വിരുത്തി നിൽക്കുന്നു. മാങ്വി: വിഷ്ണു ഭഗവാന്റെ ആദിശേഷൻ എന്ന സർപ്പമാണല്ലോ അത്. ജീവ: നമുക്ക് അടുത്ത് ചെന്ന് ശ്രദ്ധിക്കാം. അദ്ദേഹം ആരാണെന്നും എന്താണ് ആ കൂടയിലെന്നും മനസ്സിലാക്കാം. നമുക്ക് അദൃശ്യമായി നിൽക്കാം. അദ്ദേഹത്തിന് നമ്മെ കാണാൻ കഴിയുകയില്ല. മാങ്വി: വളരെ ശരിയാണ്, നമുക്ക് നോക്കാം. ജീവ: അതാ നോക്കൂ, കൂടയിൽ നിന്നും അതിമനോഹരമായ ഒരു പൊൻപ്രഭ അവിടമാകെ പരക്കുന്നു. നാഗമാണിക്യ ശോഭ പോലെ പൊൻപ്രഭ പരത്തി എന്തോ ഒന്ന്. മാങ്വി: നോക്കൂ, കൂടയിൽ ഒരു ഉണ്ണിക്കുട്ടൻ കാൽവിരൽ നുണഞ്ഞ് കൗതുകകരമായ കാഴ്ചകൾ കണ്ട് രസിച്ച് കിടക്കുന്നു. ഇടിയൊച്ചയും ഇടിമിന്നൽ പിണരുകളും സാധാരണ കുഞ്ഞുങ്ങളെ അസ്വസ്ഥമാക്കാറാണ് പതിവ്. ഈ കുഞ്ഞ് അതെല്ലാം ആസ്വദിച്ച് ചിരിച്ചു കിടക്കുന്നു. ജീവ: എന്തോരോ ചന്തമാണെൻ്റെ ഉണ്ണി, ഉണ്ണിക്കണ്ണൻ പിറന്നതാണോ, എന്തോരോ ചന്തമാണെൻ്റെ ഉണ്ണി, ഉണ്ണിക്കണ്ണൻ പിറന്നതാണോ, വിഷ്ണു ഭഗവാന്റെ അവതാരമായി പൂർണ്ണാവതാരമായി വന്നതാണോ, ഗോപിതിലകമണിഞ്ഞോരുണ്ണി, കർവണ്ടു പോലുള്ള കണ്ണുകളും ചെന്തൊണ്ടി പഴം പോലെ ചുണ്ടുകളും വടിവൊത്തു നീണ്ടൊരു നാസികയും കുറുനിരയൊത്തുള്ള മുടിയഴകും മയിൽപ്പീലി ചൂടിയ മൗലികയും കവിളോടു കൊഞ്ചുന്ന കുണ്ടലവും കാർമേഘ നിറമാർന്ന പൊന്നോമന കായാമ്പു തോൽക്കുന്ന ഉടലുമണി, കായാമ്പു തോൽക്കുന്ന ഉടലുമണി. മാങ്വിയും ജീവയും ഒരുമിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി. അങ്കീനനയനം യവനീരുഹേണ കർണാന്തലേ കലിത വേണുരവാംബുജേന ആപാദമസ്തകമഭീം ഹരിരിഷ്ടചിഹ്നൈഃ ഭൂഷിത്വാനഭിമതം മമ ഹൃത്പത്മ
കർണാന്തലി കലിത വേണുരവാംബുജേന ആ പാദമസ്തകമഭീം ഹരിരിഷ്ടചിഹ്നൈഃ ഭൂഷിത്വാനഭിമതം മമ ഹൃത്പദ്മം. കർണാമൃതത്തിൽ വില്ലുമംഗലാചാര്യരുടെ കൃഷ്ണകർണാമൃതത്തിലെ സ്തുതികളാണ് നിങ്ങൾ കേട്ടത്. ശ്രീഹരിയുടെ ദിവ്യരൂപം എൻ്റെ ഹൃദയകമലത്തിൽ സ്ഥിരമായി പാർത്തിരിക്കട്ടെ. മാങ്വി, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് വിഷ്ണു അവതാരം തന്നെയാണ്, സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെ. നാരദ മഹർഷി, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സത്യലോകം, ദേവലോകം, ഭൂലോകം തുടങ്ങി പല ലോകങ്ങളിലും സഞ്ചരിച്ച് ധർമ്മസന്ദേശം പ്രചരിപ്പിക്കുന്ന ചിരഞ്ജീവിയായ അദ്ദേഹത്തിന് അറിയാത്തതായ രഹസ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. മാങ്വി, ജീവ വരൂ, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ജീവ, ഓക്കെ, വരൂ നാരദ മഹർഷി. നാരായണ 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 നാരായണ. എന്താണാവോ അപ്സരദേവി സ്ത്രീകളുടെ ആഗമനോദ്ദേശം? നാരായണ 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 നാരായണ. ജീവ, നാരദ മഹർഷി, അങ്ങേയ്ക്ക് വന്ദനം. ഞങ്ങൾ മാർഗമധ്യേ ഒരു യുവാവ് തൻ്റെ തലയിലൊരു കൂടയിൽ തേജസ്വിയായ ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഈ അർദ്ധരാത്രി കൊടിയ മഴയിൽ ചുമന്നുകൊണ്ടുപോകുന്നതായും വിഷ്ണു ഭഗവാന്റെ ആദിശേഷൻ അകമ്പടി സേവിക്കുന്നതായും കണ്ടു. അത് ആര്, എന്ത് എന്നറിയുവാനുള്ള ആകാംക്ഷയിൽ വന്നതാണ്. എന്തുകൊണ്ടാണ് ഈ കൊടിയ രാത്രിയിൽ അദ്ദേഹത്തിന് ഈ വിധം നടക്കേണ്ടി വന്നത്? അങ്ങേക്കറിയാത്തതായ രഹസ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ലല്ലോ. നാരദ മഹർഷി, നാരായണ 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 നാരായണ. രോഹിണ്യം വാസുദേവസ്യ ജാതോ ഗർഭേ ശൂരിസുതഃ ദിവ്യാംശോ ഭഗവാൻ വിഷ്ണുഹി ഭാരാവതരണായ ഭൂവഃ. രോഹിണി നക്ഷത്രത്തിൽ വാസുദേവ ദേവകി സമാഗമ ഗർഭത്തിൽ മഹാവിഷ്ണുവിൻ്റെ ദിവ്യാംശം പൂർണ്ണ അവതാരം ആയിത്തീർന്നു. ഭൂഭാരഹരണാർത്ഥമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തിൽ ജനിച്ചു. ശ്രീ ശുഗമുനി അഥവാ ശ്രീ ശുക്രാചാര്യർ മഹാരാജ പരീക്ഷിത്തിനോട് പറയുന്നതായി ശ്രീമദ് ഭാഗവതത്തിൽ 10-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ നമുക്ക് ഈ ശ്ലോകങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നതാണ്. നാരായണ 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 നാരായണ. മാങ്വി, ശരിയാണ്. ഇന്ന് ശ്രാവണ മാസത്തിലെ അഷ്ടമി തിഥി, രോഹിണീ നക്ഷത്രം. നാരദ മഹർഷി, നാരായണ 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 നാരായണ. ഇന്നേ ദിവസം ലോകർ ജന്മാഷ്ടമിയായി ആചരിക്കും. കാരണം അത്ര വിശേഷത്വമുള്ള ഉണ്ണിയെയാണ് നിങ്ങൾ ആ കൊച്ചുകൂടയിൽ ദർശിച്ചത്. നാരായണ 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 നാരായണ. മാങ്വി, നാരദ മഹർഷി, എന്താണ് രാജഗൃഹത്തിലെ അന്തപുരത്തിൽ സുഖമായി ഉറങ്ങേണ്ട ആ പിഞ്ചു പൈതൽ അർദ്ധരാത്രിയിൽ വഴിയിൽ ഈ കൂടയിൽ? നാരദ മഹർഷി, നാരായണ 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 നാരായണ. അതൊരു വലിയ കഥയാണ്, ഞാൻ പറയാം. ദേവക്യ ശപഥം ഗൃഹീത്വാ പുത്രഹാനി സമുച്യതഃ ദുഃഖം പ്രാപ്യ മുകുന്ദം വാസുദേവ സുഖം ചയാത്. ദേവക്യ ശപഥം ഗൃഹീത്വാ പുത്രഹാനി സമുച്യതഃ ദുഃഖം പ്രാപ്യ മുകുന്ദം വാസുദേവ സുഖം ചയാത്. ദേവകി ശാപം സ്വീകരിച്ചു. മാത്രമല്ല, കൊല്ലുവാൻ മാത്രമായ ആത്മാക്കൾക്ക് ജന്മം നൽകിയ പുത്രദുഃഖവും അനുഭവിച്ചു. ദേവകിയുടെ ശാപകഥ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. എന്നാൽ സാക്ഷാൽ ഭഗവാൻ മുകുന്ദൻ്റെ ബഹുമാനവും ദയയും ദേവകിക്ക് ദുഃഖങ്ങളിൽ നിന്നും മോചനമേകി. നാരായണ 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 നാരായണ. കഥ ഞാൻ ചുരുക്കി പറയാം. യദുവംശത്തിലെ സഹോദരനും സഹോദരിയും കംസനും ദേവകിയും. കംസൻ ശ്രീ വിഷ്ണു ഭഗവാന്റെ
ചിരകാല ശത്രുവായ കാലരേണി എന്ന അസുരന്റെ പുനർജന്മം. അധികാരമോഹിയായ കംസൻ സ്വപിതാവ് ഉഗ്രസേനനെ തടവിലാക്കി രാജ്യം സ്വന്തം കൈപ്പിടിയിലെത്തി. സഹോദരിയെ തന്റെ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്ന കംസൻ ദേവകിയുടെ വിവാഹം അത്യാഹ്ലാദപൂർവം ആർഭാടപൂർവം നടത്തി. ആഹാരത്തിനും ദാനധർമ്മങ്ങൾക്കും ശേഷം ഭർതൃഗൃഹത്തിലേക്ക് വരനെയും വധുവിനെയും ആനയിച്ചത് രഥത്തിന്റെ മുൻപന്തിയിലിരുന്ന് കംസൻ തന്നെയായിരുന്നു. വളരെ വലിയ സന്നാഹത്തോടെ ആഹ്ലാദത്തിമർപ്പിൽ പൃഥ്വിയിലെ പൊടിപടലങ്ങൾ ആകാശത്തിലേക്ക് ധൂളിയായി വീശിയടിക്കുന്ന വേഗത്തിൽ സന്തോഷചിത്തനായാണ് കംസൻ തൻ്റെ സഹോദരിയെ വരൻ്റെ കൂടെ ഇരുത്തി രഥം തെളിച്ചത്. നാരായണ 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 നാരായണ. സഹോദരി ഭർത്താവിനോട് അതിരറ്റ ബഹുമാനമായിരുന്നു അദ്ദേഹത്തിനപ്പോൾ. നാരായണ 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 നാരായണ. എന്നാൽ പകുതി ദൂരം ചെന്നപ്പോൾ ആകാശത്തു നിന്നും ഇടിമുഴക്കം പോലുള്ള ശബ്ദം. ദുഷ്ടനായ കംസ, താങ്കൾ എന്തിനിങ്ങനെ സന്തോഷിക്കുന്നു? ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, താങ്കൾ വളരെയധികം സ്നേഹിക്കുന്ന സഹോദരി ദേവകി താങ്കളെ കൊല്ലാൻ പോകുന്ന ആൾക്ക് ജന്മം നൽകും. ദേവകിയുടെ 8ാമത്തെ പുത്രൻ താങ്കളെ വധിക്കും എന്നതായിരുന്നു. നാരായണ 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 നാരായണ. അധികാരത്തിമർപ്പിനാൽ അന്ധനായി തീർന്ന അസുരജന്മമായ ആ കാപാലികൻ അപ്പോൾ തന്നെ തൻ്റെ വാളൂരി ദേവകിയുടെ കഴുത്ത് അറുക്കുവാനായി ശ്രമിച്ചു. അമ്മ ഉണ്ടായാലല്ലേ കുട്ടിയുണ്ടാവൂ എന്ന കുടില ചിന്തയാൽ. നാരായണ 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 നാരായണ. അപ്പോൾ വാസുദേവർ കംസന്റെ കാൽ പിടിച്ച് ദേവകിയുടെ ജീവനായി കേണപേക്ഷിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അല്ലയോ കംസ, അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അങ്ങ് അറിയുന്നുണ്ടോ? സഹോദരിയുടെ വിവാഹശേഷം കൊല്ലുക എന്നത് ഒട്ടും ന്യായമല്ല. താങ്കൾ ദേവകിയുടെ ജീവൻ വിട്ടു തന്നാൽ ദേവകി ജന്മം നൽകുന്ന ഓരോ കുഞ്ഞിനെയും താങ്കളുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് ഞാൻ വാക്ക് തരുന്നു. ദയവായി വിശ്വസിക്കൂ. നാരായണ 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 നാരായണ. അപ്പോൾ കംസൻ: ഞാൻ ദേവകിയെ വെറുതെ വിട്ടേക്കാം, പക്ഷേ താങ്കളുടെ വാക്ക് പാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുവേണം. അതിനാൽ വിവാഹഘോഷയാത്ര മടങ്ങിപ്പോകട്ടെ എന്ന് കംസൻ ആഹ്വാനം ചെയ്തു. മഥുരാപുരിയിൽ തിരിച്ചെത്തിയ കംസൻ ദേവകിയെയും വസുദേവരെയും കൊടിയ കാരാഗൃഹത്തിൽ ബന്ധനസ്ഥരാക്കി. കാവലായി കുറെ ഭടന്മാരെയും വ്യാപകൻ ഏർപ്പാടാക്കി. നാരായണ 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 നാരായണ. ഒരു ദിനം കാവൽ ഭടന്മാർ കാരാഗൃഹത്തിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അവർ കംസന്റെ ആജ്ഞപ്രകാരം കംസനെ ഉടൻ തന്നെ വിവരമറിയിച്ചു. നാരായണ 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 നാരായണ. അശരീരി വാക്കുകളിൽ ഭ്രാന്ത് പിടിച്ചിരുന്ന കംസൻ ഉടൻ തന്നെ തടവറയിലെത്തി ആ പിഞ്ചു കുഞ്ഞിനെ തലക്കടിച്ചു കൊന്നു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി 6 കുട്ടികളെ പിറന്നു വീണ ഉടൻ തന്നെ കംസൻ തലകീഴായി തൂക്കിയിടിച്ചു കൊന്നുകളഞ്ഞു. നാരായണ 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 നാരായണ. 7ാമത്തെ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദൈവചൈതന്യത്താൽ കുട്ടിയുടെ ഭ്രൂണം ദേവകിയിൽ നിന്നും വസുദേവരുടെ തന്നെ മറ്റൊരു ഭാര്യയായ രോഹിണിയിലേക്ക് അത്ഭുതകരമായി മാറ്റപ്പെട്ടു. ആ കുഞ്ഞ് പിന്നീട് ബലരാമനായി വളർന്നു. നാരായണ 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 നാരായണ. 7ാമത്തെ കുട്ടി ജനിച്ച ഉടൻ മരിച്ചു എന്നെല്ലാവരും അനുമാനിച്ചു. രോഹിണി നാളിൽ ജനിച്ച 8ാമത്തെ കുട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരത്തെയാണ് ഇപ്പോൾ നിങ്ങൾ ആ കൊച്ചുകൂടയിൽ ദർശിച്ചത്. നാരായണ 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 നാരായണ. ഉണ്ണി ജനിച്ച ഉടൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. വസുദേവരോട് ഗോകുലത്തിൽ നന്ദഗോപർക്കും യശോദയ്ക്കും ഒരു പെൺകുഞ്ഞ് പിറന്നതായും ശ്രീകൃഷ്ണ ഭഗവാനെ അവരുടെ അടുത്ത് കിടത്തിയിട്ട് അവിടെ പിറന്നു വീണ കുട്ടിയെ ദേവകിയെ ഏൽപ്പിക്കുവാനാണ് മഹാവിഷ്ണു വസുദേവരോട് പറഞ്ഞത്. അതിനുള്ള നടത്തമാണ് അദ്ദേഹം ഈ കൊടും തമസിൽ കൊടിയ മഴയിൽ ഇത്ര തിടുക്കപ്പെട്ട് നടക്കുന്നത്. നാരായണ 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 നാരായണ.
വിഷ്ണു ഭഗവാൻ വസുദേവർക്ക് ദർശനം നൽകിയ മാത്രയിൽ വസുദേവരുടെ കാലിലെ ചങ്ങലക്കെട്ടുകൾ താനേ അഴിഞ്ഞു. കാരാഗ്രഹവാതിലുകൾ താനേ തുറന്നു. ഭടന്മാർ കൊടിയ നിദ്രയിലാണ്ടു. കടന്നു പോകേണ്ട വഴിയിലെ യമുനാ നദി നീർവാങ്ങി നിന്നു. വളരെ സുഗമമായി ഉണ്ണിക്കുട്ടനെ തലയിലേന്തി അദ്ദേഹം നടന്നു. വീതിയിൽ വെളിച്ചം തെളിക്കുവാൻ ആകാശത്തിലെ മിന്നൽ പിണരുകൾ സഹായിച്ചു. കാരാഗ്രഹത്തിലെ പൊടിപടലങ്ങൾ ദേഹത്തു നിന്നും കഴുകിക്കളയുവാൻ മഴയും സഹായിച്ചു. ആകാശത്തു നിന്നും ഒഴുകിയെത്തിയ ഗംഗാമൃതമായാണ് വസുദേവർക്ക് ആ കനത്ത മഴ അനുഭവപ്പെട്ടത്. മിന്നൽ പിണരുകൾ കണ്ണന് തെളിക്കുന്ന നെയ്ത്തിരി വിളക്കായും. അങ്ങനെ കുട്ടിയെയും കൊണ്ട് നന്ദഗോപരുടെ ഗൃഹത്തിലെത്തിയപ്പോൾ വാതിൽക്കൽ വൈഷ്ണവ ചൈതന്യം പ്രത്യക്ഷപ്പെട്ടു. വാതിലുകൾ ശബ്ദമുണ്ടാക്കാതെ താനേ തുറന്നു. നന്ദഗോപരും യശോദാമ്മയും കുട്ടിയും നല്ല മയക്കത്തിലായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ തൻ്റെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കേണ്ടതിലേക്ക് വസുദേവർ കണ്ണനെ അതിരറ്റ വാത്സല്യത്തോടെ ചുംബിച്ചതിന് ശേഷം ഉണ്ണികൃഷ്ണനെ യശോദാമ്മയുടെ അരികിൽ കിടത്തി പകരം തേജസ്വിയായ പെൺകുഞ്ഞിനെ തിരിച്ചു കൂടയിലാക്കി മനസ്സില്ലാ മനസ്സോടെ തിരികെ നടന്നു. നന്ദഗൃഹത്തിലെ വാതിലുകൾ താനേ അടഞ്ഞു. ഒരു നോക്ക് പുറകോട്ട് നോക്കിയിട്ട് വസുദേവർ നടന്നു. ശ്രീകൃഷ്ണ നാമ മന്ത്രജപങ്ങളാൽ വസുദേവർ നദി കുറുകെ കടക്കുന്നു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാരായണ ഹരേ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാരായണ ഹരേ വാസുദേവ. ഈ വാരിധി വാരണം ചെയ്യുവാൻ അടിയനെയൊന്നു തുണച്ചിടണേ. പലവിധ സങ്കീർത്തനങ്ങളാൽ വസുദേവർ തിരികെ കാരാഗൃഹത്തിനരികിലെത്തി. അതാ കാരാഗൃഹവാതിലുകൾ തുറന്നു തന്നെ കിടക്കുന്നു. വസുദേവർ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് കയറി. ഉടൻ കാരാഗൃഹവാതിൽ താനേ അടഞ്ഞു. കണ്ണനെ ദേവകിയെ ഏൽപ്പിച്ചു. കുഞ്ഞ് നിർത്താതെ കരയുന്നു. കുഞ്ഞിനെ ദേവകിയെ ഏൽപ്പിച്ചു. കുഞ്ഞ് നിർത്താതെ കരയുന്നു. ഉടൻ തന്നെ വസുദേവരുടെ കാലുകൾ ചങ്ങലകളാൽ ബന്ധിതമാകുന്നു. ഭടന്മാർ ഉണർന്നു. അതാ അകത്തു നിന്നും ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. ഇക്കുറി 8ാമത്തെ കുട്ടിയാണ്, കംസന്റെ ശത്രു. കംസനെ ഉടൻ തന്നെ വിവരമറിയിക്കണം. അവരതിവേഗം ഓടി കംസ സന്നിധിയിലെത്തി. ഭടന്മാർ, അങ്ങുന്നേ തടവറയിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഇടിമുഴക്കം പോലുള്ള ആ ശബ്ദമാണ് കംസൻ ഓർത്തത്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കും. ഉടൻ തന്നെ കംസൻ രാജസിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. തൻ്റെ ശത്രുവിനെ ഹനിക്കുവാനുള്ള വൈരാഗ്യ ബുദ്ധിയാൽ ഉറയിൽ നിന്നും വാൾ അതിവേഗം വലിച്ചൂരി ശരവേഗത്തിൽ പാഞ്ഞു തടവറ ലക്ഷ്യമാക്കി. എൻ്റെ ശത്രുവിനെ, എൻ്റെ ഘാതകനെ ഞാൻ കൊല്ലാൻ പോകുന്നു. തടവറ അതിവേഗം തുറന്നു. കുഞ്ഞിനെ ദേവകിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു മേടിച്ചു. ദേവകി, ജ്യേഷ്ഠ, ആ കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് ദേവകി വസുദേവരുടെ കംസന്റെ കാലു പിടിച്ച് കരഞ്ഞു. കംസൻ, എന്നെ കൊല്ലാൻ ഭൂമിയിൽ പിറന്ന കുട്ടി, ദേവകിയുടെ 8ാമത്തെ പുത്രൻ, എൻ്റെ ഘാതകൻ, ഇവനെ ഞാൻ വെറുതെ വിടാനോ? ശത്രു പിറക്കുന്നത് തൻ്റെ കയ്യിലേക്ക് തന്നെയാണെന്ന്, അതിനെ വളരാൻ അനുവദിക്കുകയില്ല എന്നും ആരും കരുതിയില്ല. ഒരശരീരി, അതാണ് കംസന്റെ ബുദ്ധി. ഉടൻ വസുദേവർ, അതൊരു പെൺകുഞ്ഞാണ്, അതിനെ കൊല്ലരുത്. കംസൻ, എന്തായാലും എൻ്റെ ശത്രു തന്നെ. ഉടൻ തന്നെ കുഞ്ഞിനെ തലകീഴായി പിടിച്ചു കൊല്ലുവാനപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, കുഞ്ഞ് കയ്യിൽ നിന്നും വഴുതി മാറി. അതാ കുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നു. നോക്കൂ, എന്തൊരു വിസ്മയകരമായ കാഴ്ചയാണ്. ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടികൾ നടക്കുന്നു. അതാ നോക്കൂ, ജീവയും അഗ്നിയും മറ്റു കുറേ അപ്സരദേവികളും എല്ലാവരും ചേർന്ന് ദേവീമായയെ സ്തുതിക്കുന്നു. നമോസ്തുതേ മഹാമായേ ശ്രീപീഠേ സൂര്യസന്നിധേ യതോ നിശേഷ വിജ്ഞാനം തമോ യന്നാഭിരോഹിതേ
നമോസ്തുതേ മഹാമായേ ശ്രീപീഠേ സൂര്യസന്നിഭേ യതോ നിശേഷ വിജ്ഞാനം തമോയന്നാഭിരോഹിതേ. മഹാമായേ വന്ദനം. താങ്കളുടെ പീഠം ശ്രീയുടെയും പ്രകാശത്തിൻ്റെയും ആലയമാകുന്നു. ആ മഹാമായയുടെ ശക്തിയാൽ എല്ലാ അവിദ്യയും നശിക്കുന്നു. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. സർവഭൂതങ്ങളിലും മാതാവിൻ്റെ രൂപത്തിൽ നിലകൊള്ളുന്ന ദേവിയെ ഞങ്ങൾ വണങ്ങുന്നു. അമ്മയ്ക്ക് നമസ്കാരം, വീണ്ടും വീണ്ടും നമസ്കാരം. അങ്ങനെ പലവിധ സ്തുതികൾ ജീവയും മാഗ്വിയും മറ്റപ്സര ദേവകളും ചേർന്ന് സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ ദേവിമായ ഇങ്ങനെ പറയുന്നു: കിം മായയാ ഹതോ ഹംസ ത്വയാ ബാലോ ന ജാതു മേ ശത്രു ഭവിഭവാന്തസ്യ ജാതോ ഹ്യന്യേത്ര പുത്രകഃ. ഹേ കംസ, താങ്കൾ എന്നെ കൊന്നുവെന്ന് കരുതേണ്ട. താങ്കളുടെ ശത്രുവായ കുട്ടി പൃഥ്വിയിൽ സുഖമായി ജീവിച്ചിരിക്കുന്നു. സമയമാകുമ്പോൾ താങ്കളെ നിശ്ചയമായും വധിക്കും എന്ന് കംസനെ ശപിച്ചതിന് ശേഷം ദേവിമായ ബാക്കി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അപ്പോൾ ദേവകിയും വസുദേവരും ചേർന്ന് ദേവീസ്തുതികൾ നടത്തുന്നു. കംസൻ തരിച്ചിരിക്കുന്നു. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി നാരായണി നമോസ്തുതേ. സർവലോകങ്ങളിൽ പര്യവേഷ്ടിതയായുള്ള ദേവി, ഞങ്ങളെ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. നാരായണി ദേവി നമസ്കാരം എന്ന് തങ്ങൾക്ക് ഇനിയുള്ള ആപത്തുകളിൽ നിന്നും മോചനം നൽകിയതോടെ ദേവകിയും വസുദേവരും ദേവിമായെ സ്തുതിക്കുന്നു. ഈ ദേവിമായയാണ് ചോറ്റാനിക്കര ജഗദംബിക. സകലർക്കും ഐശ്വര്യവും വിദ്യയും സദ്ഗുണ സമ്പത്തും സദാ പകർന്നു നൽകിക്കൊണ്ട് ത്രികാലജ്ഞാനിയായി ത്രിമൂർത്തി ഭാവമായി വിളങ്ങി നിൽക്കുന്ന ജഗദംബിക എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മെ കരകയറ്റുന്നു. നാരായണ ചൈതന്യവും അമ്മയോടൊപ്പം നിൽക്കുന്നതായും കാണാം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. പുലർകാലമായപ്പോൾ നന്ദഗോപർ അമ്മേ ദേവി എന്ന വിളികളോടെ ഏതോ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ഇതെല്ലാം സ്വപ്നത്തിൽ ദർശിച്ച നന്ദഗോപർ ഏതോ ദിവ്യാനുഭൂതിയിലായിരുന്നു. യശോദ നോക്കൂ, നമ്മുടെ കുഞ്ഞിനെ ഇന്നലെ യശോദ നോക്കൂ, നമ്മുടെ കുഞ്ഞിനെ ഇന്നലെ വേണ്ട വിധം ഉറക്കിയിരുന്നില്ലേ? യശോദ നോക്കൂ, നമ്മുടെ കുഞ്ഞിനെ ഇന്നലെ വേണ്ട വിധം ശ്രദ്ധിക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പാട്ടിനൊപ്പം ഞാനും നന്നായി മയങ്ങിപ്പോയി. അങ്ങയുടെ പാട്ട് അത്ര ഉഗ്രമായിരുന്നു. നമ്മുടെ കുട്ടി സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരം പോലെ തോന്നുന്നു. ഞാൻ ഇന്നലെ കരുതിയിരുന്നത് പെൺകുഞ്ഞാണ് എന്നാണ്. എന്നാൽ ഇപ്പോഴാണ് മനസ്സിലായത് വിഷ്ണു ചൈതന്യ ഒത്തു തുടിക്കുന്ന ഒരു ആൺകുട്ടിക്കാണ് നമ്മൾ ജന്മം നൽകിയത്. അതിനുള്ള ഭാഗ്യമാണ് നമുക്കുണ്ടായിരുന്നത് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നന്ദഗോപർ ഒന്നും പറഞ്ഞതില്ല, ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. സ്വപ്നദൃശ്യങ്ങൾ കണ്ണിൽ നിന്നും മായുന്നതേയില്ല. നന്ദഗോപർ കണ്ണനെയും ദേവിമായെയും സ്തുതിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ